നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിൻസൺ. ആദ്യം പ്രധാന വാർത്തകൾ. മലയോര മേഖലയിൽ കാട്ടാനയുടെയും പുലിയുടെയും ആക്രമണത്തിൽ 2 മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം കണക്കിലെടുത്ത് അവ പരിഹരിക്കുന്നതിന് വനം വകുപ്പ് മുൻകൂട്ടി നടപടി സ്വീകരിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. കേരളത്തിലെ നിലവിലെ റെയിൽ പാതയിൽ 3-ാമത്തെയും 4-ാമത്തെയും ട്രാക്കുകൾ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. അങ്കമാലി നഗരസഭ ഉപാധ്യക്ഷയും മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായിരുന്ന ലിസി ബേബിയുടെ ചരമവാർഷികം അനുസ്മരണം സംഘടിപ്പിച്ചു. പതിനെട്ട് വയസ്സ് തികയാത്തവർക്കും മദ്യം വാങ്ങി നൽകിയാൽ കേസെടുക്കാൻ വകുപ്പില്ലെന്ന്. ചാലക്കുടി നഗരസഭയും പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലോഹിതദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. മലയോര മേഖലയിൽ കാട്ടാനയുടെയും പുലിയുടെയും ആക്രമണത്തിൽ 2 മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം കണക്കിലെടുത്ത് അവ പരിഹരിക്കുന്നതിന് വനംവകുപ്പ് മുൻകൂട്ടി നടപടികൾ സ്വീകരിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഡിസംബറിലും മെയ് മാസത്തിലും കോടശ്ശേരി പഞ്ചായത്തിലും അതിരപ്പള്ളി പഞ്ചായത്തിലുമായി ഓരോ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിരുന്നു. 2 മാസം മുമ്പ് വെട്ടിക്കുഴിയിൽ ചക്കാലക്കൽ റോയിയുടെ 60ഓളം കോഴികളെ പുലി പിടിച്ചു. 2 ആഴ്ച മുമ്പ് പുലിയെ ഫോറസ്റ്റ് അധികൃതർ കെണിയിൽപ്പെടുത്തി പിടിച്ചിരുന്നു. വന്യമൃഗ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പിടിച്ച പുലിയെ വീണ്ടും കാട്ടിൽ തന്നെ തുറന്നുവിട്ട നടപടിയിൽ യോഗം ഉത്കണ്ഠ രേഖപ്പെടുത്തി. പീലാർമൊഴിയിൽ വെൺമണിശ്ശേരി ശൈലജയുടെ വളർത്തുനായിയെ പുലി പിടിച്ചിരുന്നു. ബുധനാഴ്ച പുളിയില പാറയിൽ കാട്ടാന കടമുറിയുടെ ഷട്ടർ തകർത്തു. വ്യാഴാഴ്ച വീരഞ്ചെറിയിൽ തറയിൽ രാജുവിന്റെ നായിയെ പുലി പിടിച്ച് ഭക്ഷിച്ചു. ഈ സാഹചര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വേണ്ട മുൻകരുതലുകൾ എടുത്ത് വന്യമൃഗ ആക്രമണം തടയുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗ്രൂപ്പ് ഭാരവാഹികൾ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർക്കും ചാലക്കുടി DFOയ്ക്കും കത്ത് നൽകി. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷനായി. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം, വർഗീസ് പുറായി, TT ബേബി, ബെന്നി നബേലിൽ, ഓമന ജോസ്, മേഴ്സി പോളി എന്നിവർ പ്രസംഗിച്ചു. കൊരട്ടി 4-കെട്ട് 8-ാം വാർഡിൽ അനിൽകുമാർ എന്നാളുടെ വീട്ടിലെ അടുക്കള ഭാഗത്തു നിന്നും 8 അടിയോളം നീളം വരുന്ന മൂർഖൻ പാമ്പിനെ പിടികൂടി. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അതിരപ്പള്ളി RRT സംഘമെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വികാസ് മോഹന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ S രജിത്ത്, RRT അംഗങ്ങളായ വിൽസൺ പള്ളശ്ശേരി, ലിൻസ് വർഗീസ്, PB സുധീർ എന്നിവരും പാമ്പിനെ പിടികൂടുന്നതിൽ പങ്കെടുത്തു. കേരളത്തിലെ നിലവിലെ റെയിൽ പാതയിൽ 3-ാമത്തെയും 4-ാമത്തെയും ട്രാക്കുകൾ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ.
സിൽവർ ലൈൻ പദ്ധതിക്ക് സമാനമായി വൻ തുക ചെലവഴിച്ചാലും വന്ദേ ഭാരത് ട്രെയിനുകളുടെ വേഗതയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ഈ പദ്ധതിക്ക് കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. റെയിൽവേ മൂന്നാമത്തെയും നാലാമത്തെയും പാതകൾക്കായി സാധ്യതാ പഠനം നടത്തുന്നതിനിടെയാണ് ശ്രീധരന്റെ വിമർശനം. നിലവിലെ റെയിൽ പാതയിലെ വളവുകൾ കാരണം എത്ര പണം മുടക്കിയാലും പരമാവധി 130 മുതൽ 160 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ കഴിയൂ. ഇതിലൂടെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള യാത്രാ സമയത്തിൽ കാര്യമായ കുറവൊന്നും ഉണ്ടാകില്ല. 5 മുതൽ 6 മണിക്കൂർ വരെ സമയം വേണ്ടിവരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലെ പാതയിൽ 656 വളവുകളാണ് ഉള്ളത്. 200 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയും കോച്ചുകളും ലഭ്യമായിരിക്കെ 160 കിലോമീറ്റർ വേഗതയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്ന പാതകളിൽ വലിയ തുക നിക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ റെയിൽ പദ്ധതികളെ അപേക്ഷിച്ച് കേരളത്തിലെ നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ്. പത്തനംതിട്ട, മാരാരിക്കുളം ഇരട്ടിപ്പിക്കൽ പോലുള്ള പ്രവൃത്തികളുടെ ചെലവ് കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതി സാമ്പത്തികമായി ലാഭകരമല്ലെന്നും ശ്രീധരൻ പറയുന്നു. അങ്കമാലി നഗരസഭ ഉപാധ്യക്ഷയും മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായിരുന്ന ലിസി ബേബിയുടെ ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് അങ്കമാലി കാലടി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ MP ഓഫീസിൽ സംഘടിപ്പിച്ച അനുസ്മരണം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ലിസി ടീച്ചർ സ്മാരക പ്രതിഭാ പുരസ്കാരം ചടങ്ങിൽ നൽകി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര അവറാച്ചൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സുനില സിബി മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA PJ ജോയ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കാലടി ബ്ലോക്ക് പ്രസിഡന്റ് ബിജി സാജു, മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ തങ്കച്ചൻ, അൽഫോൺസ ഡേവിസ്, ലിസി പോളി, മാത്യു തോമസ്, ഷൈജോ പറമ്പി, അഡ്വക്കേറ്റ് KS ഷാജി, സാംസൺ ചാക്കോ, മേരി വർഗീസ് തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു. ഇന്ദിരാ ഗ്യാരണ്ടിയും സ്ത്രീ ശാക്തീകരണവും എന്ന വിഷയത്തിൽ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മിവ ജോളി സെമിനാർ നയിച്ചു. കാണുമ്പോഴെല്ലാം ഞാൻ സത്യത്തിൽ ടീച്ചറുടെ മുഖം തന്നെ ഞാൻ ഓർക്കാറുണ്ട്. വളരെ വ്യക്തിപരമായ സൗഹാർദ്ദം ആ കാലഘട്ടങ്ങളിൽ മഹിളാ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. ഒന്നാമത് ബ്ലോക്ക് കമ്മിറ്റി അല്ല, അതിനപ്പുറം നിയോജക മണ്ഡലം തരത്തിലുള്ള കമ്മിറ്റികളായിരുന്നു എന്റെ കാലഘട്ടത്തിൽ മഹിളാ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. 140 നിയോജക മണ്ഡല കമ്മിറ്റികൾ. മഹിളാ കോൺഗ്രസ് സത്യത്തിൽ അന്ന് മഹിളാ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ട് ലിസി ടീച്ചറെ പോലെ പ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവിനെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ആ പേര് അന്ന് ചൂണ്ടിക്കാട്ടിയതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ബ്ലോക്ക് സെക്രട്ടറിയാണ്. ഇന്ന് ഈ പുരസ്കാരം ലഭിച്ച ഗ്യാരണ്ടികളാണ് UDF പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തന്നെ ആ ഇന്ദിര കഥ പോലും ബിടെക് പാസ്സായിട്ട് പുറത്തിറങ്ങിയപ്പോഴും നമ്മൾ പ്രതിപക്ഷത്താണ്. നമ്മൾ പ്രതിപക്ഷത്ത് സമരമുഖത്താണ്. നമ്മള് പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ജോലി അന്വേഷിക്കുവാൻ ഒന്നും സാധിക്കാതിരുന്ന സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഒരു സംരംഭം തുടങ്ങണം. അപ്പൊ അതിനായിട്ട് ആരെ സമീപിക്കണം? അതിനുവേണ്ടി ബാങ്കുകളെ ലോൺ എടുക്കണം. എന്നാലൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചൊരു സർക്കാർ ഇന്ന് മുന്നോട്ട് വെച്ച ഗ്യാരണ്ടിയിൽ പെടുന്നതാണ് യുവാക്കൾക്ക് സംരംഭം തുടങ്ങാൻ പലിശരഹിതമായി. അത് അനുഭവിച്ചറിയുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് യുവാക്കളെ സംബന്ധിച്ച് പഠിച്ചിറങ്ങുന്ന വിദ്യാഭ്യാസ സർക്കാർ എന്ന് ആവർത്തിച്ച് സെക്രട്ടറി ആയിട്ടുള്ള ഒരു KSUക്കാരി ഇവിടെ നിന്ന് നിങ്ങളോട് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മുന്നോട്ട് പോയി ഈ ഒരു നിലയിലെത്തി നിൽക്കുമ്പോൾ നമുക്കൊക്കെ അഭിമാനിക്കാം. വയോജനങ്ങളെ ചേർത്ത് നിർത്തുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി തീർക്കുമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു UDF സർക്കാരാണ് നമുക്കുള്ളത്. അതിന്റെ ഭാഗമാണ് നമ്മൾ കൊടുത്ത പോരാട്ട വീര്യങ്ങൾക്ക് ഇപ്പുറം ഇന്ന് ഈ കേരളം ഭരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന 18 വയസ്സ് തികയാത്തവർക്കും മദ്യം വാങ്ങി നൽകിയാൽ കേസെടുക്കാൻ വകുപ്പില്ലെന്ന്. മദ്യം വാങ്ങാനുള്ള പ്രായപരിധി 23 വയസ്സായി ഉയർത്തിയതോടെ മറ്റുള്ളവർ വാങ്ങി നൽകുന്നത് തടയാൻ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കണമെന്ന ആവശ്യത്തിന് എക്സൈസ് വകുപ്പ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ നിവേദനത്തിനുള്ള മറുപടിയിൽ എക്സൈസിന് കേസെടുക്കാൻ അധികാരമില്ലെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിക്കുകയായിരുന്നു. 23 വയസ്സിൽ താഴെയുള്ളവരുടെ മദ്യപാനവും ഇവർക്ക് മദ്യം വിൽക്കുന്നതും 18 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം നൽകുന്നതും
നൽകുന്നതും കുറ്റകരമാണെന്ന് ഉത്തരവുകളുണ്ട്. എന്നാൽ മദ്യം നൽകുന്നവർക്കെതിരെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കേസെടുക്കുവാനോ നടപടി സ്വീകരിക്കാനോ നിലവിൽ വകുപ്പിനെ അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും മറുപടിയിൽ വിശദീകരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ, വിദേശ സഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പരാതികളുടെയും രഹസ്യ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും യുവാക്കളിലെ ലഹരി ഉപയോഗം തടയുന്നതിനുമുള്ള ബോധവൽക്കരണമാണ് നിലവിൽ എക്സൈസ് വകുപ്പ് നടപ്പിലാക്കി വരുന്നത്. പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്കായുള്ള ഏതാനും പ്ലാനുകൾ എയർടെൽ പിൻവലിച്ചു. 299 രൂപ, 579 രൂപ, 619 രൂപ, 649 രൂപ നിരക്കുകളിലുള്ള പ്ലാനുകളാണ് കമ്പനി നിർത്തിയത്. പ്രീപെയ്ഡ് പ്ലാനുകളുടെ ഘടന ലളിതമാക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. ഇതോടെ ഉപഭോക്താക്കൾക്ക് ഉയർന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കേണ്ടി വരും. മൊബൈൽ റീചാർജിൽ 5 മുതൽ 16% വരെ അധിക ചെലവ് ഉണ്ടാക്കുന്നതാണ് കമ്പനിയുടെ നീക്കം. 299 രൂപയുടെ പ്ലാനിലാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം. ഇതിന് പകരമായി ഉപഭോക്താക്കൾ ഇനി 349 രൂപയുടെ പ്ലാനാണ് തിരഞ്ഞെടുക്കേണ്ടത്. 299 രൂപയുടെ പ്ലാനുമായി താരതമ്യം ചെയ്യുമ്പോൾ 16% നിരക്ക് വർധനയുണ്ടെങ്കിലും ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഡാറ്റ ലഭിക്കും. പഴയ പ്ലാനിൽ പ്രതിദിനം 1.5 GB ഡാറ്റ ലഭിച്ചിരുന്ന സ്ഥാനത്ത് 349 രൂപയുടെ പ്ലാനിൽ പ്രതിദിനം 2 GB ഡാറ്റ ലഭിക്കും. 199 രൂപയുടെയും 219 രൂപയുടെയും 28 ദിവസം വാലിഡിറ്റിയുള്ള പ്ലാൻ നിലനിർത്തിയിട്ടുണ്ട്. ഇവയിൽ അൺലിമിറ്റഡ് കോൾ ലഭ്യമാണെങ്കിലും 28 ദിവസത്തേക്ക് ആകെ ഡാറ്റ 2 GB-യും 3 GB-യും മാത്രമാണ്. ഇത് ഡാറ്റയ്ക്കായി പ്രത്യേകം റീചാർജ് ചെയ്യാൻ ഉപഭോക്താക്കളെ നിർബന്ധിതരാക്കും. എല്ലാ പ്ലാനുകളിലും ഒരേ സമയം നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് പകരം തെരഞ്ഞെടുത്ത പ്ലാനുകളിൽ മാത്രമാണ് കമ്പനി മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നവരിൽ നിന്ന് കൂടുതൽ വരുമാനം ഈടാക്കുക എന്ന തന്ത്രമാണ് എയർടെൽ നടപ്പിലാക്കുന്നത്. പ്രീപെയ്ഡ് പ്ലാനുകളിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാനും വരുമാന വളർച്ച ഉറപ്പാക്കാനും ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്ന് കമ്പനി വിലയിരുത്തുന്നു. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ദിനാചരണം തിങ്കളാഴ്ച നടക്കും. നഗരസഭാ അങ്കണത്തിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷ ആലീസ് ഷിബു അധ്യക്ഷയാവും. ചടങ്ങിൽ തിരഞ്ഞെടുത്ത മികച്ച കർഷകരെ ആദരിക്കും. ചാലക്കുടി നഗരസഭയും പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലോഹിതദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച നടക്കും. ഉച്ചകഴിഞ്ഞ് 3:30 വ്യാപാര ഭവൻ ഹാളിൽ നടക്കുന്ന പരിപാടി സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ അധ്യക്ഷ ആലി ഷിബു അധ്യക്ഷയാകും. പുരസ്കാര സമർപ്പണവും മുഖ്യ അനുസ്മരണവും ചലച്ചിത്ര സംവിധായകൻ CB മലയിൽ നിർവഹിക്കും. ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ് വിശിഷ്ടാതിഥിയാകും. പുരസ്കാര ജേതാവ് ബാഹുൽ രമേശ്, ജനറൽ കൺവീനർ സുന്ദർദാസ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ ആനി പോൾ, OS ചന്ദ്രൻ, ഷിഫ സന്തോഷ്, ജിയോ കിഴക്കുന്തല, ലിജി ജോജി, UDF ലീഡർ ഷിബു വാല, LDF ലീഡർ ജിൽ ആന്റണി, വാർഡ് കൗൺസിലർ അൽഫോൺസ ചാക്കോ, ചീഫ് കോർഡിനേറ്റർ KA ഉണ്ണികൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി K പ്രമോദ് എന്നിവർ പ്രസംഗിക്കും. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. വെള്ളിയാഴ്ച വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. വെള്ളിയാഴ്ച പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ശക്തമായ മഴ പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരാഴ്ച നീണ്ട കനത്ത മഴയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ദുർബലമായിരുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ഗുഡ്സ് ട്രെയിനിൽ നിന്നും കാലിത്തീറ്റ ഇറക്കുന്നതിനിടെ ഷോക്കേറ്റ് ചുമട്ട് തൊഴിലാളിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. കാട്ടൂർ സ്വദേശി 50 വയസ്സുള്ള സജി ചെറിയാമ്പറമ്പിലാണ് ഷോക്കേറ്റത്. മഴ പെയ്തതിനെ തുടർന്ന് ലോറിയിലെ ചാക്കുകൾ നനയാതിരിക്കുന്നതിന് ബോഗിയുടെ മുകളിൽ നിന്നും പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുന്നതിനിടെയാണ് വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റത്. സജിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര മേഖലയിൽ കാട്ടാനയുടെയും പുലിയുടെയും ആക്രമണത്തിൽ 2 മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം കണക്കിലെടുത്ത് അവ പരിഹരിക്കുന്നതിന് വനം വകുപ്പ് മുൻകൂട്ടി നടപടി സ്വീകരിക്കണമെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. കേരളത്തിലെ നിലവിലെ റെയിൽ പാതയിൽ
മൂന്നാമത്തെയും നാലാമത്തെയും ട്രാക്കുകൾ നിർമ്മിക്കുന്നത് പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. അങ്കമാലി നഗരസഭ ഉപാധ്യക്ഷയും മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായിരുന്ന ലിസി ബേബിയുടെ ചരമവാർഷികം അനുസ്മരണം സംഘടിപ്പിച്ചു. പതിനെട്ട് വയസ്സ് തികയാത്തവർക്കും മദ്യം വാങ്ങി നൽകിയാൽ കേസെടുക്കാൻ വകുപ്പില്ലെന്ന്. ചാലക്കുടി നഗരസഭയും പൗരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ലോഹിതദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഞായറാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.